നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ പുതിയ സീസണിലും അൽ ഹിലാല് അൺസ്റ്റോപ്പബിൾ ആയിട്ട് തന്നെ കുതിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ അവർ പൊളിച്ചടുക്കിയിരിക്കുന്നു. സൂപ്പർ കപ്പ് കിരീടം ചൂടി. പിന്നാലെ ഇതാ സൂപ്പർ ലീഗിലും അവര് മികച്ച തുടക്കമിട്ടിരിക്കുന്നു. മിട്രോവിച്ച് പ്രൈസ് നേടിയ മത്സരം ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് അവർ അൽ അഗ്ദൌദിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മത്സരത്തിൽ 4ാമത്തെ മിനിറ്റിൽ തന്നെ മിട്രോവിച്ചിലൂടെ ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു അൽ ഹിലാല്. പിന്നെ 39ാമത്തെ മിനിറ്റിൽ അദ്ദേഹം തൻ്റെ ബ്രേസ് പൂർത്തിയാക്കി. ഒടുവിൽ മിലങ്കോവിച്ച് സേവിച്ചിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അൽ ഹിലാല് മുന്നിലായിരുന്നു. അതേ ഗോൾ മാർജിനിൽ അവർ പിന്നീട് മത്സരം പൂർത്തിയാക്കുകയും ചെയ്തു. അതേസമയം അൽ ഇത്തിഹാദ് സൂപ്പർ താരങ്ങളെ വെച്ചിറങ്ങിയിട്ട് അൽ കൊലൂദിനെതിരെ വിജയിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വന്നു. മുന്നേറ്റത്തിൽ കരീം ബെൻസീമ, പിന്നെ മൂസ ഡിയാബി, മധ്യനിരയിൽ ഫാബിഞ്ഞോ, എൻഗോളോ കാണ്ടെ, അങ്ങനെ മികച്ച ടീമും കൊണ്ടാണ് അൽ ഇത്തിഹാദ് ഇറങ്ങിയത്. എന്നാൽ 94-ാം മിനിറ്റ് 90 മിനിറ്റ് കഴിഞ്ഞ് ആ ഒരു ഇഞ്ചുറി ടൈമിൻ്റെ 4ാം മിനിറ്റിൽ ഹസം അവാർ നേടിയിട്ടുള്ള ഗോളിനാണ് അവരൊടുവിൽ വിജയിച്ച് കയറിയത്. ഏതായാലും വിജയ തുടക്കം തന്നെ അവർക്കും ലഭിച്ചിരിക്കുന്നു. അതേസമയം അൽ നസറിന് ആദ്യ മത്സരം വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന കാര്യം ഓർക്കുക. സൗദി പ്രോ ലീഗിന്റെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ അൽ ഹിലാല്, അൽ ഖാദിസിയ, അൽ അഹ്ലി സൗദി, അൽ തവൂണ്, അൽ ഇത്തിഹാദ്, അൽ ഇത്തിഫാഖ്, അൽ ഖലീജ് എന്നീ ടീമുകൾ വിജയം സ്വന്തമാക്കി 3 പോയിന്റുകൾ നേടിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.